ഹായ്, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ അതായത് ഇപ്പോൾ വാട്സപ്പ്, അതേപോലെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇന്ന് കുറേ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇത് ത്രൂ നമുക്ക് എങ്ങനെ ബിസിനസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വിവരണമാണ്. നമ്മൾ കുറച്ച് വീഡിയോകളിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അത് അറിയാത്ത ആളുകളുണ്ടാവും, അവർക്കിത് കാണാം, അല്ലാത്ത ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. ഇപ്പൊ നമ്മുടെ വീഡിയോസിൽ പറഞ്ഞാൽ നമുക്ക്, അതായത് ഇതിപ്പോ നമ്മുടെ ചാനലാണ്, ബിസിനസ് മാത്രമല്ല, ഇതിൽ നോർമലി തമാശ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടാവും, അതുപോലെ ഷോപ്പിലത്തെ ഓഫറുകൾ ഉണ്ടാവും, ഇതിലത്തെ ഓരോ കാര്യങ്ങളും ഉണ്ടാവും. അപ്പം നമുക്ക് ഇതില് നല്ല ആൾക്കാരുണ്ടാവും, ജെനുവിൻ കസ്റ്റമർ ഉണ്ടാവും. അതേപോലെ ഇതില് നമുക്ക് ഫേക്ക് ആയിട്ട്, അതായത് ഒന്നുകിൽ കോമ്പറ്റീറ്റർ, അല്ലാന്നുണ്ടെങ്കിൽ എന്തിനും വിമർശിക്കുന്ന, അതിപ്പോ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു തരം ഇപ്പൊ എല്ലാ കാര്യത്തിനും ഉണ്ടാവും. നമ്മളത് മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവാ. ആ കമന്റില് മോശം കമന്റ് ഇടുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവർക്കൊരു സുഖം. കുടുംബത്തിലും അങ്ങനെ ആയിരിക്കും, എന്തിനും നെഗറ്റീവ് ചെയ്യുക. എല്ലാ ആൾക്കാരും ഒരു എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, നല്ല രീതിയിൽ വീട്ടിലും കാര്യങ്ങളും സംസാരിക്കുന്ന ഒരു വ്യക്തി അങ്ങനത്തെ മോശമായിട്ടൊന്നും ഇടപെടില്ല. പിന്നെ നമ്മളിപ്പോ ഈ സെയിം ബിസിനസ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഒരു കടയിൽ വന്ന് നോക്കിയാൽ ക്വാളിറ്റി ഒക്കെ അറിയില്ല, ഒന്നും അറിയാതെ മൊബൈലിൽ ഇരുന്നിട്ട് ഇതിലും കുറവിൽ ഇവിടെ കിട്ടും, അവിടെ കിട്ടും, അങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും, ഓരോ കമന്റുകൾ ഇടുക. ഒന്നുമില്ലെങ്കിൽ കോമ്പറ്റീറ്റർ ആരെങ്കിലും ആയിരിക്കാം, അങ്ങനെയൊക്കെയുള്ള കുറേ കമന്റുകൾ ഇടുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയം സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് അത് സക്സസ് ആക്കാൻ നോക്കുകയാണ് ചെയ്യുക. വെള്ളവന്റെ വീഡിയോയിൽ വന്നിരുന്ന് കമന്റ് ചെയ്ത് അതിന് അഭിപ്രായം വന്ന് ചകഞ്ഞ് നിൽക്കുന്ന സമയം, ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് കാണാതിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, സ്കിപ്പ് ചെയ്ത് പോകാനുള്ള സംഭവമുണ്ട്. ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ടാവും. അപ്പൊ നൂറില് ഒരാൾക്കോ രണ്ടാൾക്കോ അതിന് പ്രശ്നം ഉണ്ടെങ്കിൽ അത് കാണാതിരിക്കുക, ആ വീഡിയോകള്. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. സ്വന്തമായിട്ട് ഒരു മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാം, അത് ചെയ്യാം. അത് ചെയ്ത് തുടങ്ങുമ്പോൾ അറിയും അതില് നെഗറ്റീവ് കമന്റ് വരുമ്പോൾ എത്രമാത്രം നമുക്കത് വിഷമമാണ്. നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളില്ലെങ്കിലും തളർത്താൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പൊ അത് മുന്നോട്ട് പോവാം. അപ്പൊ നമുക്കത് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും. കുറെ ആൾക്കാർ നെഗറ്റീവ് കമന്റ് കൊടുത്തിട്ട് വീഡിയോ റീച്ചാക്കി ടോപ്പ് ലെവലിൽ എത്തിയ കുറച്ച് യൂട്യൂബർമാരുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിലും ഒരു വേദന ഉണ്ടാവും, നെഗറ്റീവ് കിട്ടിയിട്ടാണല്ലോ. അപ്പൊ ഏതിനും നെഗറ്റീവ് കൊടുക്കാതിരിക്കുക. സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ചാനലോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങി അതിൽ നമുക്ക് ഓരോ മനുഷ്യനും ഓരോ കലാപരമായ കഴിവുണ്ടാവും. ചിലർക്ക് ഡ്രോയിങ് ആയിരിക്കും, ചിലർക്ക് സിംഗിങ് ആയിരിക്കും, ചിലർക്ക് അഭിനയിക്കാനാവും, ചിലർക്ക് എന്തെങ്കിലും വീട്ടിലൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കുക്കറി ഷോ അങ്ങനെയൊക്കെ കാണിക്കാനാവും. ഇതൊക്കെ നമ്മൾ വീഡിയോയിലൂടെ ചെയ്യുക. ഒരു പക്ഷേ വീഡിയോ ക്ലിക്കാവും, ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ ക്ലിക്കാവും, മോണിറ്റൈസിങ് ചെയ്താൽ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടും, നമുക്കൊരു ഇൻകം. അതല്ലാതെ എനിക്ക് തോന്നുന്നില്ല യൂട്യൂബ് ചെയ്ത് സക്സസ് ആയിട്ടുള്ള ആൾക്കാർ മറ്റുള്ളവരെ കമന്റിൽ വന്നിട്ട് വെറുതെ ഇരുന്ന് മറ്റേ ഓരോ മോശപ്പെട്ട വാക്ക് പറയുന്നു. ഒന്നും കഴിവില്ലാത്തവൻ, അവന്റെ എന്താ പറയാ, അവന്റെ മനസ്സിലെ ആ ഒരു വിഷമം തീർക്കാനാണ് ഈ കമന്റ് ബോക്സ് ഉപയോഗിക്കുന്നത്. സത്യത്തില് അങ്ങനെ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് റിമൂവ് ചെയ്യാൻ ഓപ്ഷനും റിപ്പോർട്ട് ചെയ്യാൻ ഓപ്ഷനും ഉണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ആൾക്കാർ കുറെ പേര് മൈൻഡ് ചെയ്യാത്ത വെച്ചാൽ എന്താ ഇട്ടോട്ട് വെച്ചിട്ടാണ്. കമന്റിന് റിയാക്ട് ചെയ്യല്ല. നമ്മൾ കുറെ ആളുകൾ അവിടെ കിട്ടും, ഇവിടെ കിട്ടും, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഓരോ ഉപദേശം ചെയ്യും. അവനും ചെയ്ത് കാണിച്ചിട്ട് മറ്റുള്ളവർക്ക് ഉപദേശിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ക്ലിയർ വരാം. ഞാൻ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞോ. എല്ലാ ആൾക്കാരും അങ്ങനെ ചെയ്യണം എന്നല്ല പറയണു. നമുക്ക് സോഷ്യൽ മീഡിയ വെച്ചിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് പറ്റുന്ന കലാപരമായിട്ടുള്ള കഴിവുകൾ അതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഉപയോഗിച്ച നല്ലൊരു വരുമാന മാർഗമാണ്. ഇപ്പോൾ എത്രയോ ആളുകൾ യൂട്യൂബ് മാത്രം ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. എത്ര രൂപ കിട്ടുന്നുണ്ട്. ഒരു ജോലിക്ക് പോയാലും അത്ര രൂപ കിട്ടാത്ത അത്ര വരുമാനം മേടിക്കുന്നവരുണ്ട്, ചെറിയ ചെറിയ കണ്ടന്റ് ഒക്കെ ചെയ്തിട്ടിട്ട്. അത്ര പോസിറ്റീവായി എടുത്താൽ ഇത് നമുക്ക് ഇതിനെ നന്നാക്കി ചെയ്യാൻ പറ്റും. ഒരാൾ ചെയ്യുന്ന ചിലപ്പോൾ കുറവുകൾ ഉണ്ടാവാം, എല്ലാ ആൾക്കാരും കുറവുകൾ ഇല്ലാതെ വരില്ല. അത് നമ്മൾ അവരെ അറിയിക്കേണ്ട രീതിയിൽ അറിയിക്കുക. ഇത് പബ്ലിക്കിന്റെ മുമ്പിൽ വലിയ ആളാവാൻ വേണ്ടി ഇടുമ്പോൾ അതിനൊരു സത്യാവസ്ഥ ഉണ്ടോ ഇല്ല എന്ന് പറയും. ഇതങ്ങോട്ട് ഞാൻ തന്നെ വലിയ ആളെന്ന് വെച്ചിട്ട് അങ്ങോട്ട് നിൽക്കുമ്പോൾ നമ്മളെങ്ങാട്ടും വലിയ ആളുകൾ ഉണ്ടാവാതിരിക്കാം.
അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ഇത് ലോകം കാണുന്നതാണ്. ശരിക്ക് മോശപ്പെട്ട ഒരു കമന്റ് എഴുതുന്നൊരു വ്യക്തി അയാളുടെ ലൈഫിൽ ഫുൾ അങ്ങനെയായിരിക്കും. ഒരു നല്ലൊരു വ്യക്തി നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്യുക. നമ്മളൊരു ഷോപ്പിൽ ഒരു കസ്റ്റമർ ആയിക്കോട്ടെ ആരായിക്കോട്ടെ വന്നിട്ട് കസ്റ്റമർ പല ടൈപ്പ് ആയിരിക്കും. നമ്മൾ അതിനനുസരിച്ചിട്ട് കസ്റ്റമറുടെ അടുത്ത് നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ അവരും നല്ല രീതിയിൽ സംസാരിക്കും. കസ്റ്റമർ മോശപ്പെട്ടതായാൽ പോലും നല്ലൊരു ഷോപ്പിന്റെ ഉടമയും സെയിൽസ്മാനും അത് അവർക്ക് ക്ലിയർ ചെയ്ത് വിടുകയാണ് ചെയ്യുക. അപ്പോൾ പരമാവധി മറ്റുള്ളവരെ അതേപോലെ കമന്റ് ബോക്സിൽ പോയിട്ട് നിന്ന് അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാതെ നമ്മൾ സ്വയം നമ്മുടെ കുറ്റം കണ്ടുപിടിച്ച് അത് നേരെയാക്കി നമ്മൾ ചെയ്ത് നമ്മൾ സക്സസ് ചെയ്യാൻ നോക്കുക. മറ്റുള്ളവരുടെ കുറവും കുറ്റം കണ്ടുപിടിക്കുന്നതിനാട്ട് എളുപ്പമാണ് അവനവന്റെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ട് എന്ന് എഴുതി വെക്കുക. അപ്പൊ ഈ കമന്റ് ഇടാൻ പോകുന്ന ആളെങ്ങോട്ട് ഒരുപാട് കുറവുകൾ എഴുതിയ ആൾക്കുണ്ടാവും. കുറവുകളൊന്നും ഇല്ലാന്ന് തോന്നല വെച്ചാൽ അത് വലിയൊരു രോഗമാണ്. അത് സ്വയം മനസ്സിലാക്കുക. കാരണം അത് അങ്ങനെയാണത്. അപ്പൊ നമ്മൾ വലിയ ആളാണ്, ഭയങ്കര സെറ്റപ്പാണ്, ഇന്നങ്ങോട്ട് വേറെ ആർക്കും അറിയില്ല, എന്നിട്ട് എവിടെ എത്തി എന്നാ നമ്മൾ സ്വയം ചിന്തിക്കുക. ഒന്നും ഉണ്ടാവില്ല. ഒരു പണിയും തൊണിയും ഇല്ലാതെ വീട്ടിൽ ചിലപ്പോൾ കുത്തിരുന്ന് ഫോൺ റീചാർജ് ചെയ്യാൻ വരെ വല്ലവന്റെ കൈയും ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ടീമായിരിക്കും ഈ മോശപ്പെട്ട കമന്റ് ചെയ്യുന്നത്. അവനവല്ല പണിക്കും പോയി കുടുംബത്തെ നോക്കാതെ ഈ കമന്റും മോശപ്പെട്ട കമന്റ് എടുക്കുന്ന നേരം സോഷ്യൽ മീഡിയ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ ഒരുപാട് അതിന് കാശ് ഉണ്ടാക്കാൻ പറ്റും. അത് ഇപ്പോൾ ആളുകളൊക്കെ ഫോണിൽ ഇങ്ങനെ കുത്തിയിരുന്ന് നിന്നിട്ട് വല്ല ചാറ്റും ചെയ്തിരിക്കാതെ ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യുക. നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ വെച്ചാൽ കസ്റ്റമറായിട്ട് ഇന്ററാക്ട് ചെയ്ത് കസ്റ്റമറെ ഷോപ്പിലേക്ക് വരുത്താനുള്ള ഐഡിയകളൊക്കെ നമുക്ക് അതിൽ ഉപയോഗിക്കാം. നല്ല നല്ല ഓഫറുകൾ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയ, യൂട്യൂബ്, ഫേസ്ബുക്ക് വഴി ചെയ്യാൻ പറ്റും. ആ ചെയ്യുന്ന കാര്യങ്ങൾ അടിപൊളിയൊക്കെ ചെയ്യുക. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രം. കമന്റ് സെക്ഷൻ വായിക്കുന്ന ഒരാൾക്ക് അറിയാം മോശപ്പെട്ട കമന്റ് ഇടുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന്. അപ്പോൾ അത് ഒക്കെ ഇപ്പൊ കാലം മാറി. കാരണം ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്ന് നോക്കി ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് ഞാൻ കസ്റ്റമർക്ക് പറയാണ്ട് നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടെടുക്കാം. വരാത്ത ഒരാൾക്ക് നമുക്കിപ്പോൾ അലമാര ആയാലും സോഫ ആയാലും അതിന്റെ ക്വാളിറ്റി വീഡിയോ കണ്ടിട്ട് തീരുമാനിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ അവിടെ ഉണ്ട്, ഇത്ര ഉണ്ട്, എത്ര ഉണ്ട് ഇതൊക്കെ വന്ന് നോക്കി അതിന്റെ വെരിഫൈ ചെയ്തിട്ടല്ല പറയുക. അപ്പോൾ ഒന്നില്ല എന്നുണ്ടെങ്കിൽ അതേ സെയിം ഫീൽഡിൽ ചെയ്യുന്ന കച്ചവടക്കാർ, അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഇരുന്നിട്ട് ആരെങ്കിലും ഒരാളെ എന്തെങ്കിലും പറയണം. അങ്ങനെ ഒരു സംഭവമുള്ള ആളുകൾ നമുക്ക് എങ്ങനത്തെ ആൾക്കാരായാലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു മാത്രം. അപ്പൊ ഇതൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ചെയ്ത് നല്ല രീതിയിൽ ബിസിനസ് കിട്ടും. നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം കുറവുകൾ കണ്ടുപിടിക്കാൻ പോകുന്ന സമയം നമ്മളുടെ കുറവ് എന്താണ് കണ്ടുപിടിക്കുക. നമ്മളിപ്പോൾ ഷോപ്പിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് പേരുണ്ടെന്നുണ്ടെങ്കിൽ അത് കൂട്ടം കൂടി ചിലപ്പോൾ ഒരു നല്ല ആളായിരിക്കും, ആ ആളെ പോയിട്ട് അറ്റാക്ക് ചെയ്യും, ഓരോ കുറ്റം കുറവും കണ്ടുപിടിക്കും. അത് ഓണറോടോ കാര്യങ്ങളോടോ പറയുമ്പോൾ ചിലപ്പോൾ നല്ലൊരു സ്റ്റാഫാവും, ആളുടെ ജോബ് കളയും. അങ്ങനെ ഒരു കൂട്ടമായി ആക്രമിക്കുക അങ്ങനെയൊക്കെ ചെയ്യാതെ നമ്മളെ ഒക്കെ ഒരു ഫാമിലി പോലെ നിന്ന് ആ ആളുടെ കഴിവുകൾ ഉണ്ടാവും, ഓരോരുത്തരുടെ കഴിവുകൾ കണ്ടെത്തി ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക. ചിലപ്പോൾ ഒരാൾക്ക് ലോഡിങ് ചെയ്യുന്നതിലായിരിക്കും കഴിവ്, ഒരാൾക്ക് കസ്റ്റമറെ ക്യാൻവാസ് ചെയ്യുന്നതിലായിരിക്കും കഴിവ്, ഇനി ഒരാൾക്ക് ചിലപ്പോൾ അക്കൗണ്ട്സ് പരമായിട്ടുള്ള കഴിവ്. അത് ഏതിനൊക്കെയാണ് കഴിവ്? ഫീൽഡ് മാർക്കറ്റിംഗ് ആണോ അതോ ഇന്ന സെക്ഷനിലേക്കാണോ? അതേപോലെ ചിലപ്പോൾ ഡിസൈനിങ്ങിൻ്റെ ആയിരിക്കും ഓരോരുത്തർ കഴിവ്. ആ കഴിവുകൾ കണ്ടെത്തി ഓരോ സെക്ഷനായിട്ട് ഏൽപ്പിച്ച് അതിപ്പോൾ ഏത് മേഖലയിലായിക്കോട്ടെ അവരുടെ നമുക്ക് പാഷൻ കണ്ടുപിടിച്ച് അവർക്ക് ആ ജോബ് ഇമ്പോർട്ടൻ്റ് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് താൽക്കാലികമല്ല നമ്മുടെ ലൈഫ് അതാണ് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്താൽ ആ ജോബ് മെച്ചപ്പെടും. അപ്പം ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ കസ്റ്റമർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, കസ്റ്റമറോട് ചൂടാവാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് നമുക്ക് ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ യൂസ് ചെയ്താൽ നല്ല ബെനിഫിറ്റാണ്. മോശം രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ മോശപ്പെട്ട കമൻറ്റും കാര്യങ്ങളും എടുക്കുമ്പോൾ അത് ഇട്ടിട്ടുള്ള ടീമുകൾ അവര് കാര്യങ്ങൾ നിയമപരമായി നീങ്ങുമ്പോൾ നമ്മളതിൽ പ്രശ്നവും ഇട്ട ആൾക്കാർക്ക് പ്രോബ്ലം ആവും. എന്തിനാണ് അതിനൊക്കെ നിൽക്കുന്നത്? നമ്മുടെ കാര്യം നോക്കുക. നമ്മൾക്ക് വല്ല മോശപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും വരച്ച് നമുക്കത് പ്രതികരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു തന്നെ വീഡിയോ ചെയ്തോട്ടെ, അവന്റെ ആശയങ്ങൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാം. മോശം വാക്കുകൾ ഉപയോഗിച്ച് ഒരുപാട് ആളുകളുടെ കമന്റുകൾ നമ്മൾ കാണാറുണ്ട്. ചില ആളുകൾ നമ്മളെ കമന്റ് ബോക്സിൽ വന്ന് ഇന്ന് കരയാറുണ്ട്. ഞാൻ മൈൻഡ് ചെയ്യാറില്ല. നേരിട്ട് വന്ന് പറയാനോ ഷോപ്പിൽ വന്ന് പറയുന്നോ അവന്റെ ഒരു മനോഭാവം ആവില്ല കമന്റിൽ ഇരുന്ന് പറയുന്ന ആൾക്ക്.
കമന്റിൽ ഫേക്ക് ഐ ഡി ഉണ്ടാക്കി, ചിലവർ ഒറിജിനലാവും, ഫേക്ക് ഐ ഡിയിൽ ഉണ്ടാക്കി എന്ത് തൊന്നിവസം പറയാം. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ചില ആളുകൾ നിയമസഹായത്തിൽ പോയി പെടുന്നുമ്പോഴാണ് അയ്യോ ഞാനിത് മോശപ്പെട്ട അയച്ചല്ലോ എന്ന് തോന്നാറുണ്ട്. അത് വെച്ചിട്ടാണ് പറയുന്നത്, നമ്മൾ അങ്ങനത്തേലൊന്നും കുടുങ്ങാതെ നല്ല രീതിയിൽ പോയിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ഇത്രയും നമുക്ക് പറയാനുള്ളൂ കേട്ടോ. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഗുണമുണ്ട് ദോഷമുണ്ട്, അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാ ആൾക്കാർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.